അവതാർ 1 നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ പുള്ളിക്ക് പോലും ഇനി അതുപോലെ ഒരു ഐറ്റം പടച്ചുവിടാൻ പറ്റില്ല. ഇറ്റ്സ് ഡൺ. 3D ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേൾഡിൽ പോയതുപോലെ തന്നെ തോന്നും. സെയിം വേവ് ഫാട്ടർ അതുപോലെ എടുത്തു ഒരു ചേഞ്ച്. കുറേ സീൻസ് ഒക്കെ കാണുമ്പോൾ സീരിയൽ പോലെയൊക്കെ തോന്നും. Hey Cinephils, welcome back to Pandora, epic cinematic experience of all time. Avatar is back. അപ്പോൾ 2022 നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഐമാക്സിലായിരുന്നു അവതാർ 2 വേ ഓഫ് വാട്ടറിൻ്റെ റിവ്യൂ ഇട്ടിരുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം അവതാർ 3 ഫയർ ആൻഡ് ആഷ് റിലീസിന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടറിഞ്ഞ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാൻ നിങ്ങൾ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. നേരെ അവതാർ 3 റിവ്യൂലേക്ക്. ടു ബി ഓണസ്റ്റ്, വേ ഓഫ് വാട്ടർ ഇല്ലേ അതിൻ്റെ സ്ക്രിപ്റ്റ് അതേപോലെ എടുക്കുക. ഒരു ക്യാരക്ടർ, ഒരു ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടറിനെ പോസ്റ്ററിലും 10 മിനിറ്റ് പടത്തിലും കൊണ്ടുവയ്ക്കുക. സെയിം വേ ഓഫ് വാട്ടർ അതുപോലെ എടുത്തു ഒരു ചേഞ്ച്. ട്രെയിലർ കാണിച്ച പോലെ ആ പടം തന്നെ അതേ സാധനം. വേ ഓഫ് വാട്ടർ എവിടെ നിൽക്കുന്നു അതേ പൊസിഷനിൽ നിൽപ്പുണ്ട് ഫയർ ആൻഡ് ആഷ്. ഒരു ചേഞ്ചും ഇല്ല. ഐ സേ ബെറ്റർ ക്യാമറോൺ ഡോട്ട് വേസ്റ്റ് ഹിസ് കരിയർ. നമുക്ക് ഒരുപാട് നല്ല നല്ല പടങ്ങൾ ക്യാമറോൺ ഇനി വരാനുണ്ട്. സോ യു ഷുഡ് ലീവ് അവതാർ ബിഹൈൻഡ് ആൻഡ് മൂവ് ഓൺ. കാരണം ഇത് റിപ്പീറ്റേഷൻ വളരെ റിപ്പീറ്റഡാണ്. നമ്മൾ എന്ത് കണ്ടോ അത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ആ 3 hours നമുക്കൊന്ന് കണ്ട് തീർക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് തീർത്താൽ മതി എന്നുള്ളൊരു ഫീലിലോട്ട് പുള്ളി പടം എടുത്തെടുത്ത് അങ്ങനെ ആ ഒരു ശീലം. ചില പോർഷൻസിലൊക്കെ ലിറ്ററലി നമുക്കൊരു കുട്ടികളുടെ കാർട്ടൂൺ എഴുതുന്ന ഒരു രീതിയിലും ഈവൻ VFX പോലും ചില സ്ഥലത്ത് ലിറ്ററലി വീഡിയോ ഗെയിംസ് ക്യാരക്ടർ മോഷൻസ് ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടൊക്കെ അത് മൈന്യൂട്ടായിട്ട് കീനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടുന്നു. അവതാർ ഫാൻസ് ഡിസപ്പോയിൻ്റ് ആവണമെന്ന് അറിയത്തില്ല. കാരണം അവർ വിഷ്വൽ അവതാർ ഫാൻസ് മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവരും വിഷ്വലിന് വേണ്ടി മാത്രം വരുന്നതാണ്. അവർക്ക് മേ ബി യെസ്, പക്ഷേ അല്ലാതെ ഒരു ഫിലിം, ഒരു മൂവി, ഒരു എക്സ്പീരിയൻസ് നോക്കി വരുന്നവർക്ക് അഫ്കോഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആവും. ജസ്റ്റ് നിങ്ങൾക്ക് ഇരുന്ന് ഒരു 3-3 hours കളയാം, അത്രേ ഉള്ളൂ. ബ്രോ ലൈക്ക് കൂടുതലും സംസാരമായിരുന്നു, ലൈക്ക് കോൺവെർസേഷൻസ് ആയിരുന്നു കൂടുതലുള്ളത്. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് ആ പ്ലാനറ്റുമായിട്ടുള്ള റിലേഷൻ മാത്രമാണ് കാണിക്കുന്നത്. ആക്ഷൻസ് പഴയ മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ ക്ലൈമാക്സിൻ്റെ ഒരു ഫുൾ ലെങ്ത്തിൽ മാത്രമേ ആക്ഷൻസ് ഉള്ളൂ. ബാക്കി കൂടുതലും റിലേഷൻഷിപ്പും ഫാമിലി ലൈഫ് അത് കാണിക്കാനുള്ള ഒരു മൂവിയാണ്. ഒരു വേ ഓഫ് വാട്ടർ അല്ല, പുതിയൊരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന അങ്ങനെ ഒന്നുമല്ല. കൂടുതലും അവിടുത്തെ ആ പ്ലാനറ്റിലെ എന്താ ഒരു ദൈവത്തെ പോലെ കാണുന്ന അത് കൂടുതൽ പ്രവർത്തിക്കുക. അങ്ങനെ ആക്ഷൻ പാക്ഡ് ഒന്നും പറയില്ല. പുതിയൊരു ഫുള്ളി പാക്ഡ് അല്ല, കൂടുതലും സംസാരം, കോൺവെർസേഷൻസ് ആണ്. ഫാമിലി ഇത് കാണിക്കാൻ പ്രതീക്ഷ തീർത്തിട്ടില്ല പടം പൊട്ടി. ഒന്നും പറയാനില്ല. എക്സ്പെക്ട് ചെയ്ത വളരെ ലോ എക്സ്പെക്ടേഷനിലാണ് വന്നത്. അതുപോലെ തന്നെ അത്ര പോരാ. ഓണർ പഴയ പോലെയൊക്കെ തന്നെ, സ്റ്റോറി എല്ലാം പഴയ പോലെ തന്നെയാണ്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ജെയിംസ് കാമറൂൺ എടുത്ത ഒരു പടമാണെന്ന് തോന്നത്തില്ല. ഒരു മൈക്കിൾ ബേ എടുത്ത ഒരു പൊട്ടിയ പടം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതെങ്ങനെ ടെക്നിക്കലി വരുമ്പോഴാണോ സ്റ്റോറി? ടെക്നിക്കലിയും മേക്കിങ്ങും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്റ്റോറിയും പഴയതുപോലെ തന്നെയാണ്. എന്താ പറയാ, മൊത്തത്തിൽ ആദ്യത്തെ ഒരു 2 മണിക്കൂർ മൊത്തം ഉറക്കം വരും. ആ ഒരു ലെവലാണ്. ഒന്നാമത് രാവിലെ 5 മണിക്ക് എണീറ്റ് വന്നേ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം എത്തിയപ്പോഴേ കുറച്ചെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നി. ഒരു ഡ്രാമ ഇമോഷൻ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലായാലും സെക്കൻഡ് പാർട്ടിലായാലും അവരുടെ അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യം പോലെ തോന്നുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല. മാത്രമല്ല ഒരു 48 FPS ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ സീൻസ് ഒക്കെ കാണുമ്പോൾ സീരിയൽ പോലെയൊക്കെ തോന്നുന്നു. എക്സ്പോസ്ഡ്. എന്താ ഡിസപ്പോയിൻ്റ് ആണ്. ഒരു ഓവർ ഹൈപ്പിന് എത്ര എത്തിയില്ലെന്നാണോ അതോ? ബ്രോ ഹൈപ്പല്ല ബ്രോ. ലൈക്ക് അവതാർ 1 നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ പുള്ളിക്ക് പോലും ഇനി അതുപോലെ ഒരു ഐറ്റം പടച്ചുവിടാൻ പറ്റില്ല. ഇറ്റ്സ് ഡൺ. ഐ തിങ്ക് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ഫ്രാഞ്ചൈസ്. എങ്ങനെയാണ്, സ്റ്റോറി വൈസ് ആണോ അതോ മേക്കിംഗ് വൈസ്? ദ ലെങ്ത് ഇസ് ടു മച്ച് ബ്രോ. ആൾക്കാർക്ക് അത്രയും ക്ഷമ ഉണ്ടാവില്ല. വിഷ്വൽസും ഐ മീൻ ലൈക്ക് വേ ഓഫ് വാട്ടർ വാസ് ബെറ്റർ. ഒരു തേർഡ് പാർട്ടിന് വേണ്ടി ഇറക്കിയൊരു സ്റ്റോറി ലൈൻ ആണോ അതോ എങ്ങനെയാണ്? എൻഗേജ്ഡ് ആയിരുന്നു. നമുക്ക് ലാഗ് ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കേണ്ടത്. ഇറ്റ് വാസ് സോ ഗുഡ്. അത് ആ ഒരു ഫയറും കൂടെ കുറച്ചുകൂടെ ഇറ്റ് വാസ് നൈസ്. ഒരു രീതി നമുക്ക് ബോർ അടിപ്പിക്കത്തില്ല. നല്ല എൻഗേജിങ് ആയിരുന്നു. ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് തന്നെയാണ് ഇതിലും മെയിൻ ആയിട്ട് അണ്ടർ വാട്ടർ തന്നെയാണ് ഇതിലും കൂടുതൽ. പിന്നെ ഏവ കണക്റ്റിംഗ് എല്ലാം ഭയങ്കര ഇമോഷൻസ് ആണ്. പിന്നെ സ്റ്റോറി ലൈൻ അത്ര പോരാ. കൊള്ളാം. എന്നാലും പുതിയ വേൾഡ് ഒക്കെ എങ്ങനെയുണ്ട്? പുതിയ വേൾഡ് ആണോ പാൻഡോറുള്ള? പാൻഡോറ എപ്പോഴുള്ള സെയിം വേൾഡ് തന്നെ, പക്ഷെ അതില് പുതിയ ക്ലാൻ വന്നു എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ആ വേ ഓഫ് വാട്ടർ പോലെ ഒരു വിഷ്വലി അത്രയ്ക്കൊരു സിനിമാറ്റിക് വേ ഓഫ് വാട്ടർ സംഭവങ്ങൾ ഇതിലുണ്ട്. എന്നാലും ടെക്നിക്കലേക്ക് എങ്ങനെയാണ്? ബെസ്റ്റ് വിഷ്വൽ അടിപൊളിയാണ്. വിഷ്വൽ നമുക്ക് കണ്ടിരിക്കാം. 3D കൊള്ളാം. 3D അടിപൊളി 3D ആണ്. ത്രൂ ഔട്ട് 3D നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. ജോണർ എങ്ങനെയാണ്? കൂടുതൽ ഇമോഷണൽ ആണോ? ഭയങ്കര ഇമോഷൻസ് ആണ്. ഇന്റൻസ് ആയിട്ട് ഇമോഷൻ തോന്നും. എന്നാലും ആക്ഷൻ പാക്ഡ് അങ്ങനെ, പക്ഷേ ഫൈറ്റ് ഉണ്ട് സാധനമുണ്ട്. ും കുറച്ചും കൂടി എൻഗേജിങ് ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഫസ്റ്റ് ചെയ്ത് വെച്ചാൽ ബെഞ്ച് മാർക്ക് മറികടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് കൂടുതലാണ്. എന്നാലും ഇറ്റ്സ് ഓൾ ഗുഡ്. ടെക്നിക്കൽ പാർട്ട്, തേർഡ് പാർട്ട് ഫസ്റ്റ് 2 പാർട്ടിനെക്കാട്ടിയും നന്നായിരുന്നു.
ക്വാളിറ്റി പറയേണ്ടത് തന്നെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേൾഡിൽ പോയതുപോലെ തന്നെ തോന്നും. ഇത് പിന്നെ CG ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു പിക്ചർ ഇതെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ആ എഫേർട്ട് നമുക്ക് കാണാനും ഉണ്ട്. പിന്നെ ആ സ്റ്റോറി ഭയങ്കര നന്നായിട്ട് ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇമോഷണലി നല്ലതായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ടൈം പിന്നെ ചിലവർക്ക് ലോങ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അത് വേറെ വേൾഡിൽ എത്തിയോ നമ്മൾ? എത്തി. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരിക്കലും ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സിനിമയ്ക്ക് നമ്മൾ വന്നിരിക്കുന്നതാണെന്ന് ആ ഫീലൊന്നുമില്ല. നമ്മൾ ആ വേൾഡിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു ഫീലാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പാർട്ടാണ് ഇത്. മറ്റ് 2 പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ തേർഡ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. സെക്കൻഡ് വല്ല ലാഗില്ല, ഫുള്ള് എൻഗേജ് ആണ്, കൊള്ളാം.